കേന്ദ്ര സർക്കാർ കർഷകരുടെ ഉന്നമനത്തിനു വേണ്ടി നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട പദ്ധതിയാണ് PM കിസാൻ സമ്മാൻ നിധി യോജന. ഈ പദ്ധതിയുടെ തുടർന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കണമെന്നുള്ള അറിയിപ്പുകൾ ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിർദ്ദേശം കിട്ടുന്നതനുസരിച്ച് കൃഷിഭവനിൽ ഈ നടപടികൾ തുടർന്നു വന്നിരുന്നു. കിസാൻ നിധിയിൽ നിന്നും പ്രതിവർഷം 6000 രൂപ ലഭിക്കുന്ന കർഷകർ ജൂലൈ 31 മുമ്പായി തന്നെ കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കണമെന്നുള്ള നിർദ്ദേശവും വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വരുമ്പോൾ കൃഷിഭവനുകളിൽ തിരക്ക് വർദ്ധിക്കുകയും അവിടുത്തെ മറ്റു ജോലികൾ തടസ്സം നേരിടേണ്ടി വരികയും ചെയ്യുന്നതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അക്ഷയ കേന്ദ്രങ്ങളിലും കോമൺ സർവീസ് സെന്ററുകളിലും ഈ സംവിധാനം കൊണ്ടുവരാൻ പോകുന്നത്. PM കിസാൻ സമ്മാൻ നിധി ഉപഭോക്താക്കൾക്ക് കർഷക രജിസ്ട്രിയിൽ പേരു ചേർക്കാൻ വൈകാതെ തന്നെ സെൽഫ് രജിസ്ട്രേഷൻ സംവിധാനം വരുന്നതായിരിക്കും. നിലവിൽ കൃഷിഭവനിൽ കർഷകർ നേരിട്ടെത്തിയാണ് കർഷക രജിസ്ട്രിയിൽ പേര് ചേർത്തിരുന്നത്. ഇങ്ങനെ വരികയാണെങ്കിൽ കൃഷിഭവനിൽ മാത്രമല്ല അക്ഷയ കേന്ദ്രങ്ങളിലും കോമൺ സർവീസ് സെന്ററുകളിലും കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കാൻ സാധിക്കുന്നതായിരിക്കും. കൃഷിഭവനിൽ ഈ സേവനം സൗജന്യമായി തന്നെയായിരുന്നു നൽകിയിരുന്നത്. എന്നാൽ അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റും ചെറിയ സർവീസ് ചാർജ് ഈടാക്കാൻ സാധ്യതയുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷന് കീഴിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അഗ്രി സ്റ്റാറ്റിക് കർഷക രജിസ്ട്രി. കർഷകരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയാണിത്. ഈ പദ്ധതിയിലൂടെ കർഷകർക്ക് ആനുകൂല്യങ്ങൾ വേഗത്തിലും എളുപ്പത്തിലും നൽകാൻ സാധിക്കും. ഡിജിറ്റൽ സേവനങ്ങൾ വേഗത്തിൽ കർഷകരിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. PM കിസാൻ സമ്മാൻ നിധി പ്രകാരം കർഷകർക്ക് നേരിട്ടാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്നത്. കിസാന്റെ 6000 രൂപ കിട്ടുന്നവരും ഈ കാര്യങ്ങൾ കൃത്യമായി തന്നെ ചെയ്യേണ്ടതാണ്. കിസാൻ സമ്മാൻ നിധിയിൽ ഉള്ളവരും കൃഷിഭൂമി ഉള്ളവരും കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കേണ്ടതുണ്ട്. എന്നാൽ PM കിസാനിൽ ഇല്ലാത്തവരും കൃഷിഭൂമി ഉള്ളവരും കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കേണ്ടതാണ്. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കേണ്ടത് പ്രധാനമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ കൂടാതെ കർഷക ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് കർഷക രജിസ്ട്രിയിൽ പേര് ചേർത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് വേണ്ടി കർഷക രജിസ്ട്രിയിൽ കൃത്യമായി തന്നെ പേരു ചേർക്കേണ്ടതാണ്. കൃഷിഭവനിൽ നിന്നുള്ള അറിയിപ്പുകൾ പ്രകാരം ഇവ കൃത്യമായി തന്നെ ചെയ്യണം. ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറും കരമടച്ച സർട്ടിഫിക്കറ്റുമാണ് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട രേഖകൾ. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കിയതിനു ശേഷം കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അറിയിപ്പുകൾ കിട്ടുന്നതനുസരിച്ച് കർഷകർ ഇക്കാര്യം കൃത്യമായി തന്നെ ചെയ്യേണ്ടതാണ്.